നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. മുഴുവൻ മനസ്സിലായതുമില്ല. മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. താൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അവന്തിയേട്ടത്തെ കുറിച്ചല്ലേ? അവന്തിയേട്ടത്തെ കൊല്ലുമെന്നോ? ഇന്നിപ്പോ വേറൊരു നിവൃത്തിയും കണ്ടില്ലെങ്കിൽ സന്ദീപിന്റെ ആതിരയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിക്കും. അപ്പോ വലിയ പ്രശ്നങ്ങൾ നടക്കും. അതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സന്ദീപിനെ കൊണ്ട് ഏതു വിധേനയും അനഘയെ കല്യാണം കഴിപ്പിക്കാൻ കാത്തിരിക്കുന്ന അവന്തിയെടുത്തി അതിനൊക്കെ പകരം ചെയ്യുമായിരിക്കും. പക്ഷേ തന്റെ ഒരു നിഗമനം തെറ്റാണ്. എത്ര വാശിയുണ്ടെങ്കിലും ഒരു കൊലപാതകം ചെയ്യാനുള്ള മനസ്സൊന്നും എടുത്തിക്കില്ല. മാനേജർ വിജയെ കൊന്നത് ഞാൻ തന്നെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, കൊല്ലും ഞാൻ വെറുതെ പറയുന്നതല്ലാന്ന്. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക. നല്ല വഴിയിലൂടെ മാത്രം നടക്ക്. എന്റെ വഴി കൊല്ലും കൊലയും രക്തവും ഒക്കെ നിറഞ്ഞതാ. ചിലപ്പോ നമ്മളിത് മുൻകൈ എടുത്ത് നടത്തിയോണ്ട് വലിയൊരു പിണക്കത്തിലേക്ക് ചെന്നെത്തുമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ ദിവസത്തെപ്പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. എല്ലാവരും എല്ലാം അറിയുന്ന ദിവസത്തെപ്പറ്റി. അച്ഛൻ ചിലപ്പോ എല്ലാം ക്ഷമിച്ചാലും അവന്തികടുത്തേക്ക് അതൊരു വലിയ ഷോക്കായിരിക്കും. അമ്മയുടെ സ്നേഹം തന്ന് ഞങ്ങളെ മൂന്നുപേരെ നോക്കിയ ആളായി എടുത്തി ആ മനസ്സ് വേദനിപ്പിക്കുന്നതിന് എന്ത് ശിക്ഷയാണോ ഈശ്വരന്റെ കോടതിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? ഏട്ടത്തിന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. എല്ലാം വരും പോലെ വരട്ടെ. അല്ല എന്താ പറയാനാ? ഒരു കാര്യം ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പുവരാം. ഇന്ന് ഈ വിവാഹം നിശ്ചയം നടക്കുമെന്ന് ഉറപ്പായാൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ എല്ലാം പറയും. അതിനുശേഷം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം എനിക്ക് എൻ്റെ അനിയനെ കണ്ടെത്തണം. ഇനി മറ്റൊരു പ്രതീക്ഷ എനിക്കില്ല. തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോയെന്ന് വരാം. തൻ്റെ അച്ഛനും അമ്മയും അനൂപേട്ടനും ഉൾപ്പെടെ. നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും താൻ പിടിച്ചു നിൽക്കണം. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് മനസ്സിലായി സച്ചേട്ടാ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒന്നും ചെയ്യാനാവില്ലല്ലോ നമുക്ക്. സച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും അവസാനം പറഞ്ഞത് എനിക്ക് വേണ്ടതിലേറെ ധൈര്യം തരുന്നതാ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയ സമയത്തൊക്കെ അത് നിസ്സാരമായി മറികടന്ന് പോയിട്ടുണ്ട് നമ്മള്. അതുപോലെ ഇന്നും ഈശ്വരനൊരു വഴി കാണിച്ചു തരും നമുക്ക്. അഥവാ അങ്ങനെയല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള അവസാനവും ഇന്ന് തന്നെയാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.